Hi all, welcome you all to Econometrica. I am Kavya. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സെൻസസ് ഡാറ്റയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ് ആണ്. അപ്പൊ ഡെയിലി നിങ്ങൾക്ക് ഇങ്ങനെ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസും അതേപോലെ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സിൽ നിന്നും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതുമായിരിക്കും. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സെൻസസ് ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അപ്പം ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേരളയില് ക്രോറിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. 3.34 ഇന്ത്യയിൽ അത് 121.06 ഡിക്കഡൽ ഗ്രോത്ത് എന്ന് പറയുന്ന പേഴ്സൺ ഫോമിലാണ്. അത് കേരളയിൽ 4.9 ഇന്ത്യയിൽ 17.7 സെക്സ് റേഷ്യോ 2011 അടിസ്ഥാനത്തിൽ കേരളയിൽ 1084 ഇന്ത്യയിൽ 943 ചൈൽഡ് സെക്സ് റേഷ്യോ പറയുന്നത് സെൻസസ് റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി കേരളയിൽ 964 ഇന്ത്യയിൽ 919 ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 13.2 ഇന്ത്യയിൽ 19.5 ഡെത്ത് റേറ്റ് 0 to 4 ഏജ് ചിൽഡ്രൻ നോക്കുകയാണെങ്കിൽ 1.8 ഇന്ത്യയിൽ അത് 8 ചിൽഡ്രൻ 5 to 14 ഏജ് നോക്കുകയാണെങ്കിൽ കേരളയിൽ 0.5 ഇന്ത്യയിൽ അത് 0.4 persons 15 to 59 ഏജ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ കേരളയിൽ 2.7 ഇന്ത്യയിൽ 2.9 person 60 and above നോക്കുകയാണെങ്കിൽ കേരളയിൽ 39.1 ഇന്ത്യയിൽ 42.3 നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് നോക്കിയാൽ കേരളയിൽ 6.2 ഇന്ത്യയിൽ 13.5 പെർസെന്റേജ് ഓഫ് ഡെത്ത് റിസീവിംഗ് മെഡിക്കൽ അറ്റൻഷൻ ഗവൺമെന്റിൽ 43.3 കേരളയിൽ അതേപോലെ ഇന്ത്യയിൽ 29.9 പ്രൈവറ്റ് സെക്ടറിൽ കേരളയിൽ 37.4 ഇന്ത്യയിൽ 18.9 ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് കേരളയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ 33.2 അൺട്രെയിൻഡ് അല്ലെങ്കിൽ അതർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതർ സെഷൻസിലേക്ക് നോക്കുമ്പോൾ കമ്മ്യൂണിറ്റി അല്ല, അത് 3.4 18 സ്റ്റിൽ ബർത്ത് റേറ്റ് 4 3 ക്രൂഡ് ബർത്ത് റേറ്റ് 13.2 19.5 മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ പറയുന്നത് 19 അതേപോലെ തന്നെ 97 എക്സ്പെക്ടൻസി ഓഫ് ലൈഫ് അറ്റ് ബർത്ത് 75 70 എക്സ്പെക്ടൻസി ഓഫ് ലൈഫ് അറ്റ് ബർത്ത് ഫോർ മെയിലിന്റെ സെഷനിൽ 71.9 68.6 എക്സ്പെക്ടൻസി ഓഫ് ലൈഫ് അറ്റ് ബർത്ത് ഫീമെയിലിന്റെ കേസിൽ 78 71.4 ഇനി ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കിയാൽ കേരളയിൽ 6 ഇന്ത്യയിൽ 28 ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് മെയിലിന്റെ കേസിൽ 10 ഇന്ത്യയിൽ അത് 28 ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ഫീമെയിലിന്റെ കേസിൽ 3 അത് കേരളയിൽ ഇന്ത്യയിൽ 28 നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് കേരളയുടെ കേസിൽ 4 ഇന്ത്യയുടെ കേസിൽ 20 പെറിനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് കേരളയുടെ കേസിൽ 8 ഇന്ത്യയുടെ കേസിൽ 18 ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കേരളയുടെ കേസിൽ 2 ഇന്ത്യയുടെ കേസിൽ 8 അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് കേരളയുടെ കേസിൽ 8 ഇന്ത്യയുടെ കേസിൽ 32 ഏർലി നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് കേരളയുടെ കേസിൽ 4 ഇന്ത്യയുടെ കേസിൽ 15 ലേറ്റ് നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് 0 5 പോസ്റ്റ് നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് 2 8 ക്രൂഡ് ഡെത്ത് റേറ്റ് 7 6 ഇനി പെർസെന്റേജ് ഓഫ് ലിവ് ബർത്ത് ബൈ ടൈപ്പ് ഓഫ് മെഡിക്കൽ അറ്റൻഷൻ റിസീവ്ഡ് ബൈ മദേഴ്സ് ഗവൺമെന്റ് സെക്ടറിൽ അത് കേരളയിൽ 44.7 അതേപോലെ ഇന്ത്യയിൽ 54.6 പ്രൈവറ്റ് സെക്ടറിൽ 55.2 ഇന്ത്യയിൽ 28 ക്വാളിഫൈഡ് പ്രൊഫഷണൽസിന്റെ കേസിൽ 0.1 9.7 അൺട്രെയിൻഡ് അല്ലെങ്കിൽ അതർ സെഷൻസ് വരുമ്പോൾ 0.1 അതേപോലെ 7.8 ഇനി നമ്മൾ ഫെർട്ടിലിറ്റി റേറ്റ്സ് നോക്കിയാൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കേരളയിൽ 1.5 ഇന്ത്യയിൽ 2 ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് കേരളയിൽ 45.3 ഇന്ത്യയിൽ 67 ടോട്ടൽ മറിറ്റൽ ഫെർട്ടിലിറ്റി റേറ്റ് കേരളയിൽ 4.6 ഇന്ത്യയിൽ 5.2 ജനറൽ മറിറ്റൽ ഫെർട്ടിലിറ്റി റേറ്റ് കേരളയിൽ 65.7 ഇന്ത്യയിൽ 108.3 ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് 0.8 0.9 ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കുറച്ച് ഡാറ്റയാണ് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റയാണ്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നന്ദി.